ഹലോ, ഞാൻ ഇന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എണ്ണയിൽ പൊരിക്കാത്ത ഒരു ഇഫ്താർ സ്നാക്ക്. അതിലേക്ക് ആവശ്യമായി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ശകലം ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് മല്ലിയില ചേർക്കാം. അത് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ചേർക്കാം. ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് എയർ ഫ്രൈ ചെയ്യുകയോ ഓയിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. പിന്നെ നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത് മൂന്നും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കാം. ചിക്കനിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മിക്സ് റെഡി. ഇനി വീണ്ടും നമുക്കൊരു മിക്സാണ്. അതിലേക്ക് ആവശ്യമുള്ളത് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ശകലം ഉപ്പും ചേർത്ത് അതിലേക്ക് പാലൊഴിക്കണം. പാലൊഴിച്ച് കഴിഞ്ഞ ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ശകലമേ ചേർക്കാവൂ. മുട്ട ആയതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈ മിക്സ് നമുക്കൊരു പാനിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം ശകലം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നീട് നമുക്ക് വേണ്ടത് കൂബൂസാണ്. ഞാനിവിടെ മെഡിറ്ററേനിയൻ കൂബൂസാണ് എടുത്തിരിക്കുന്നത്. ഒരു ശകലം വലുതാണ്. നിങ്ങൾ കയ്യിലുള്ള കൂബൂസ് എടുക്കാവുന്നതാണ്. കൂബൂസ് എടുത്ത് നമ്മൾ ഈ മിക്സിൽ നന്നായി മുക്കി നനച്ചതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ചിക്കൻ മിക്സ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത കൂബൂസ് എടുക്കുക. ഈ മിക്സിൽ ഒന്നുകൂടെ മുക്കിയിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചിക്കൻ മിക്സ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മിക്സ് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 ലെയർ കിട്ടി. ചിക്കൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മിക്സ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഫൈനലായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഷ്രെഡഡ് ചീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ സ്ലൈസ് ചീസ് ആയാലും മതി, ഈ മിക്സിലേക്ക് അതിൻ്റെ പുറത്തേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മിക്സില്ലേ അത് വീണ്ടും അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് അതിന് മുകളിലേക്ക് ഉപ്പും ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് 25 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ പൊരിക്കാത്ത ഇഫ്താർ സ്നാക്ക് റെഡിയാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.